ലോകത്ത് വന്ന ഒരൊറ്റ പ്രവാചകന്മാരും പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് പോലും പറയുന്ന മുസ്ലിയാക്കന്മാർ കാണാം. നിങ്ങൾക്ക് നജീബ് മുസ്ലിയാർ എന്ന് പറയുന്ന സംസ്ഥാന സുന്നികളുടെ ഒരേ ഒരു മൗലാന, അദ്ദേഹം പറയട്ടെ, ശ്രദ്ധിക്കുക നിങ്ങൾ. 1000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വേദത്തിലും അങ്ങനെ ഇല്ല എന്നാണ്. ഒരു വേദത്തിലും അങ്ങനെ ഒരു ശബ്ദമില്ല, ഒരു പ്രവാചകനും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പഠിപ്പിച്ചുവെന്ന് പറയൽ ഏറ്റവും അനുചിതമായ വ്യർത്ഥമായതാണ് എന്നാ പറഞ്ഞത്. എത്രയെത്ര ആയത്തുകൾ ഇന്ന് നമസ്കാരത്തിൽ പോയി നമ്മൾ പ്രഖ്യാപിച്ചതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അവിടെ അവസാനിപ്പിച്ചില്ല. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് ഇന്നും പ്രഖ്യാപിച്ചവരല്ലേ മുസ്ലിമീങ്ങൾ മുഴുവനും. പ്രവാചകരോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ ആവശ്യപ്പെട്ടുവല്ലോ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പ്രഖ്യാപിക്കൂ പ്രവാചകരെ, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കില്ല എന്ന് പ്രഖ്യാപിക്കൂ പ്രവാചകരെ എന്ന് നബിയോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ സൂറത്ത് ജിന്നിലൂടെ ആവശ്യപ്പെടുന്നു. എന്നിട്ടാണ് പറയുന്നത് ഒരു വേദത്തിലും അങ്ങനെ ഇല്ല, ഒരു നബിയും അങ്ങനെ പറഞ്ഞിട്ടുമില്ല.